കോൺഗ്രസിനെയും CPM-നെയും ഒരേപോലെ തന്നെ കടന്നാക്രമിച്ചും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധി മനഃപൂർവ്വം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വെച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങൾ ഈ വേളയിൽ നടത്തുകയാണ്. ഇന്ത്യക്കുള്ളിലും വിദേശ രാജ്യങ്ങളിലും ഓടി നടന്നുകൊണ്ട് ഭാരതത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ അമിത്ഷാ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടത് സർക്കാരിനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ CPM-നും അതിൽ പങ്കുചേർന്ന കോൺഗ്രസിനെയും ഒരേപോലെ തന്നെ ഇവിടെ ശിക്ഷ ലഭിക്കുമെന്നും, അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടവരെയും അത് വിറ്റവരെയും അവിടെ പിടിച്ചെടുക്കുമെന്നും അവർക്ക് വേണ്ട ശിക്ഷ ഇവിടെ നൽകുമെന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. കാട്ടാക്കടയിൽ BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ തിരഞ്ഞെടുപ്പിൽ ആവേശം പകരാനെത്തിയ വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. भाइयों बहनों, अभी दिल्ली में मोदी जी ने AI समिट किया था. ഇപ്പം അടുത്ത കാലത്ത് നമുക്കറിയാം, ഡൽഹിയിൽ വെച്ചിട്ട് ഒരു AI സമ്മിറ്റ് മിസ്റ്റർ മോദിയുടെ അണ്ടറിൽ നമ്മൾ അവിടെ ചെയ്തിരുന്നു. दुनिया के 80 देशों के AI एक्सपर्ट और बड़े इंडस्ट्रियलिस्ट आए थे. ലോകത്ത് തന്നെ 80ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും AI എക്സ്പേർട്സ് ആ സമ്മിറ്റിലേക്ക് വന്നിരുന്നു. भाइयों बहनों, 20 से ज्यादा देशों के राष्ट्राध्यक्ष आए थे. 20ഓളം രാജ്യത്തിന്റെ രാജ്യ തലവന്മാർ തന്നെ ഈ സമ്മിറ്റിലേക്ക് വന്നിരുന്നു. और वहां राहुल के नेतृत्व वाली कांग्रेस के कार्यकर्ताओं ने कपड़ा उतारकर भारत का विरोध करने का काम किया. അവിടെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ തുണി ഊരി ഭാരതത്തിന്റെ നാണം കെടുത്താൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തത്. पूरे देश को दुनिया के सामने वैश्विक मंच पर बदनाम करने का काम किया. ലോകത്ത് തന്നെ ഭാരതത്തിനെ ഒരു സമ്മിറ്റ് നടന്നപ്പോൾ അവിടെ ഭാരതത്തിന്റെ നാണം കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ ചെയ്തത്. और मैं राहुल बाबा को कहना चाहता हूं, भविष्य में विरोध करना है तो कपड़े उतारने की जरूरत नहीं है. कांग्रेसियों के कपड़े पहले से ही उतरे हुए हैं. എനിക്ക് പറയാനുള്ളത്, ഇനി ഭാവിയിൽ നിങ്ങൾക്ക് പ്രതിഷേധം ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ തുണി ഊരരുത്. കോൺഗ്രസിന്റെ തുണി അല്ലാതെ തന്നെ ഊരിയിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. भाइयों बहनों, राहुल गांधी पेट्रोल और डीजल के नाम पर लोगों को गुमराह कर रहे. രാഹുൽ ഗാന്ധി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വെച്ച് ആളുകളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. एक और राहुल गांधी भारत की डिप्लोमेसी को यूनिवर्सल जोक कहकर मजाक उड़ाते हैं. ഒരു രീതിയിൽ രാഹുൽ ഗാന്ധി നമ്മുടെ ആഭ്യന്തരമായിട്ടും അല്ലെങ്കിൽ വിദേശത്തുമായിട്ടുള്ള നയത്തിനെ അദ്ദേഹം ഒരു തമാശ രീതിയിൽ, ഇന്റർനാഷണൽ തമാശ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. और दूसरी ओर शशि थरूर इसको रिस्पॉन्सिबल डिप्लोमेसी कहते हैं. അതേ കാര്യത്തിൽ തന്നെ ഡോക്ടർ ശശി തരൂർ പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്ലോമസി എന്നാണ് ഡോക്ടർ ശശി തരൂർ അതേ കാര്യത്തിന് പറയുന്നത്. भाइयों बहनों, मैं तिरुवनंतपुरम में आया हूं. मैं तिरुवनंतपुरम के विकास के लिए कुछ कहना चाहता हूं. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ വികസനത്തെ കുറിച്ച് എനിക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കണം. यहाँ पर 8,800 करोड़ से विंझिंजम अंतरराष्ट्रीय गहरे पानी वाला बंदरगाह बन चुका है. ഇവിടെ 8,800 കോടി രൂപയുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ട് ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 8,000 करोड़ रुपया यहाँ की मेट्रो परियोजना के पहले चरण पर खर्च हो चुका है. 8,000 കോടി രൂപ ഇവിടുത്തെ മെട്രോന്റെ ആദ്യത്തെ ഫേസിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 3,810 करोड़ से 25 साल से अटकी हुई 111 किलोमीटर लंबी अंगामली सबरी रेलवे परियोजना फिर से हमने शुरू की है. 3,810 കോടിയുടെ 25 വർഷമായി തടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധിക്കാതിരുന്ന 111 കിലോമീറ്ററുള്ള അങ്കമാലി ശബരിമല റെയിൽപാത നമ്മൾ വീണ്ടും എടുത്തു കൊണ്ടുവരികയാണ്. तिरुवनंतपुरम में 1,300 करोड़ से नया एयरपोर्ट टर्मिनल बन चुका है. തിരുവനന്തപുരത്ത് 1,300 കോടിയുടെ പുതിയ എയർപോർട്ട് ടെർമിനൽ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. त्रिवेंद्रम को
1243 करोड़ रुपया स्मार्ट सिटी के लिए दिया है। തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ 1243 കോടി രൂപ നൽകിയിട്ടുണ്ട്. एक ही जिले में 426 करोड़ रुपए से 20,112 घर गरीबों के लिए बनाए गए हैं। 426 കോടി രൂപയുടെ 20,000-ൽ മുകളിൽ ഉള്ള വീടുകൾ ഈ ജില്ലയിൽ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. भाइयों बहनों, कई लंबी लिस्ट मेरे पास है, मैं उसमें डिटेल जाना नहीं चाहता। എന്റെ കയ്യിൽ ഇതിൽ നിന്നും വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ആ എല്ലാ ലിസ്റ്റും ഡീറ്റെയിൽസും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. भाइयों बहनों, मैं पिनराई विजयन जी को पूछना चाहता हूं कि आपने त्रिवेंद्रम के लिए क्या किया है, इसका हिसाब जरा त्रिवेंद्रम की जनता को दीजिए। എനിക്ക് ശ്രീ പിണറായി വിജയന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, അങ്ങ് തിരുവനന്തപുരത്ത് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ഒരു റെക്കോർഡ് കൊടുക്കുക, നിങ്ങൾ എന്താണ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. उन्होंने त्रिवेंद्रम के लिए कुछ नहीं किया। कम्युनिस्ट पार्टी कभी विकास कर ही नहीं सकती। അദ്ദേഹം തിരുവനന്തപുരത്ത് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വികസനം എന്നുള്ള രീതിയിലേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമില്ല. मगर उन्होंने एक काम जरूर किया है। പക്ഷെ ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. नेम चेंज नाम का एक स्टार्टअप बनाया है। പേര് മാറ്റൽ എന്നുള്ളൊരു പുതിയ സ്റ്റാർട്ടപ്പ് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. मोदी जी प्रधानमंत्री आवास योजना लाते हैं, उसका नाम बदलकर वो लाइफ मिशन कर देते हैं। പ്രധാനമന്ത്രി മോദിജി PM ആവാസ് യോജന എന്നുള്ള പദ്ധതി കൊണ്ടുവരും, അതിന്റെ പേര് അടിച്ചു മാറ്റി ലൈഫ് മിഷൻ എന്ന് മാറ്റും. मोदी जी गरीबों को 5 किलो चावल मुफ्त देते हैं, वो उसका ऊपर अपना LDF का थैला लगाने का काम करते हैं। മോദിജി എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടി 5 കിലോ അരി കൊടുക്കും. പിണറായി വിജയൻ അതിനെ ഒരു കിറ്റിലാക്കി അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ചത് കൊടുക്കും. नेशनल हाईवे 66 100% पैसा नरेंद्र मोदी जी भेजते हैं, ऊपर फ्लैक्स बोर्ड पिनराई विजयन जी के लगा देते हैं। നാഷണൽ ഹൈവേ 66 100% സാമ്പത്തികമായിട്ട് കൊടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രി മോദിയാണ്. പക്ഷേ റോഡിലെല്ലാം പിണറായി വിജയന്റെ വലിയ വലിയ ഫ്ലെക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. पिनराई जी, आपके नेम चेंज स्टार्टअप को केरलम की जनता जान चुकी है, अब आपको टाटा बाय बाय कह रही है। പിണറായി ജി, നിങ്ങളുടെ ഈ പേര് മാറ്റൽ പദ്ധതികൾ ഇവിടുത്തെ ജനത മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിനി ടാറ്റ ഗുഡ് ബൈ മാത്രമേ ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളൂ.